നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വം തുളുമ്പുന്ന രാജ്യമാണല്ലേ. നമുക്ക് ഏതു ജാതിക്കാർക്കും ഏതു മതത്തിലുള്ളവർക്കും നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാനും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി നമ്മുടെ ഇന്ത്യക്കാരെ പോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അതിഥികളെ സ്വീകരിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ. നമ്മുടെ രാജ്യത്ത് മറ്റുള്ളവർ വരുന്നുണ്ടെങ്കിൽ, മറ്റുള്ള രാജ്യത്തിൽ നിന്നുള്ളവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ രാജ്യത്തുള്ള സംസ്കാരവും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഒരു വേർതിരിവ് ഫോറിനേഴ്സിനോട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു വേർതിരിവില്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യത്ത് വരികയും നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അത് എല്ലായിടത്തും സാധ്യമല്ല. നമ്മുടെ കേരളം, പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് സാധ്യമല്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണല്ലേ. അതായത് ഏതു ജാതിക്കാർക്കും ഏത് മതക്കാർക്കും നമ്മൾ ഏത് അവസ്ഥയിലും അംഗീകരിക്കുകയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമ്മുടെ രാജ്യത്ത് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ എത്ര സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ആ രാജ്യത്ത് ഉള്ളത്. ഗാസയിൽ അത്രയും സമാധാനമില്ലാതെ ആളുകൾ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യവും ഒന്നും അനുഭവിക്കാൻ സാധിക്കാതെ ഏതു സമയവും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം. ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനം ഒരു വീടിൻ്റെ അകത്തുപോലും സംരക്ഷണം ഉറപ്പാക്കാത്ത ഒരു രാജ്യമാണ് എപ്പോഴും ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് മനസ്സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഏതു സമയത്തും എവിടെയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. അതാണ് നമ്മുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പുറം രാജ്യത്തുള്ളവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ വരുന്നത്. അവർ ഓരോ പ്രാവശ്യവും വരുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും വരുവാനുള്ള ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യത്ത് ടൂറിസ്റ്റൊക്കെ ഇത്രയും രീതിയിൽ വികസിക്കുന്നതും എല്ലാ തലത്തിലും വളരെയധികം ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നതും. അപ്പോൾ നമ്മുടെ രാജ്യം അത്രത്തോളം സുരക്ഷിതത്വം നമ്മുടെ രാജ്യത്തുള്ളവർക്കും നമ്മുടെ പുറം രാജ്യത്തു നിന്ന് വരുന്നവർക്കും അതിഥികൾക്കും വളരെയധികം സന്തോഷം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊറോണ പോലെയുള്ള മഹാദുരന്തങ്ങളും മഹാമാരികളും ഒക്കെ വന്നപ്പോൾ നമ്മൾ അതൊക്കെ അതിജീവിച്ചു. അങ്ങനെ അതിജീവിക്കാൻ കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ ഗവൺമെൻറ് ആയാലും നമ്മുടെ പരസ്പരം ഉള്ള ഒരു സഹകരണവും നമ്മുടെ ഓരോരുത്തരും പരസ്പരം സഹകരിക്കുകയും എല്ലാ കാര്യത്തിലും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് ഒരു വേർതിരിവില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ജാതിയെന്നോ മതമെന്നോ ആരും അങ്ങനെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും വീടിനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. വേറെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മളെല്ലാവരും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ നന്മയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ നന്മയും നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയും മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു നന്മയുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു ഉയർച്ചയുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു നന്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. താങ്ക് യു.